ഡോക്ടർ അഭിലാഷ്, ഇവിടെ ഇവിടെ ധരാലി നമ്മൾ ഏറെ നാൾക്ക് ഒരുപാട് നാളായിട്ടുള്ള മേഘവിസ്ഫോടനം എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ശ്രീ രാജഗോപാൽ കമ്മത്ത് അടക്കമുള്ളവർ അത് മേഘവിസ്ഫോടനമല്ല എന്ന് തെളിവടക്കം പറഞ്ഞവരാണ്. അദ്ദേഹം മാത്രമല്ല പല ആൾക്കാരും. ധരാലി, കേദാർനാഥ്, ചമോലി, സിക്കിം ആവർത്തന ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായ പ്രതിഭാസം ഒന്നല്ലെങ്കിൽ വേറെ എന്താണെന്ന് ഇപ്പോഴും ചില അവ്യക്തത ബാക്കി നിൽക്കുന്നുണ്ട്. ഹിമാലയൻ മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങളുടെ സ്വഭാവം കൂടുതൽ സങ്കീർണമാവുന്നു, നമുക്ക് പിടികിട്ടാത്ത പലതും സംഭവിക്കുന്നു എന്നതുകൂടിയല്ലേ ഏറ്റവും ഒടുവിൽ വന്ന നേപ്പാൾ ദുരന്തത്തിന്റെ പാഠം? ഇന്ത്യ പഠിക്കേണ്ട പാഠങ്ങൾ ചിലതുണ്ട് ശ്രീ അഭിലാഷ്, അല്ലേ? തീർച്ചയായിട്ടും ഇതിന് ഒരു കാസ്കേഡിങ് ആൻഡ് കോമ്പൗണ്ട് ഇഫക്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലേഷ്യറിൻ്റെ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഓവർ ദി ഇയേഴ്സ് നമുക്കറിയാം, അവിടെയും ആഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു എല്ലിനോ ഇയറാണ്. ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം കാരണം ഇത്തരം ഗ്ലേഷ്യറുകളുടെ എല്ലാം സ്റ്റെബിലിറ്റി ഓവർ ദി ഇയേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മാസ് ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു 100 മില്യൺ ഗ്ലേഷ്യറിന് പഴക്കമൊന്നുമില്ല, ലക്ഷക്കണക്കിന് പഴക്കമുള്ള ഗ്ലേഷ്യർ മാത്രമാണ് ഹിമാലയത്തിലുള്ളത്. ചിലപ്പം 1 ദശലക്ഷമൊക്കെ വരും. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓവർ ദി ഇയേഴ്സ് ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ഗ്ലേഷ്യറുകളുടെ സ്റ്റെബിലിറ്റി ഓവർ ദി ഇയേഴ്സ് കുറയുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഇതിൻ്റെ ഒരു മാസ് ബാലൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലേഷ്യറിൻ്റെ മാസ് ബാലൻസ് നെഗറ്റീവിലേക്ക് മാറുകയാണ്. കാരണം അത് മെൽറ്റ് ചെയ്ത് പോകുന്നത് റീപ്ലനിഷ് ചെയ്യുന്നില്ല. ഇത് ഇപ്പം ഒരു സ്നോ ഉണ്ടായി, അത് പിന്നീട് കംപ്രസ്ഡ് ആയിട്ട് ഐസായിട്ട് പിന്നീട് ഗ്ലേഷ്യറിലായിട്ട് മാറുന്നതിന് ഒരു പക്ഷേ 10 മുതൽ 100 വർഷങ്ങൾ വരെ എടുക്കും. അപ്പം ഇപ്പം സംഭവിക്കുന്നത് നമ്മുടെ ഗ്ലേഷ്യറുടെ ഒരു 1990-കൾക്ക് അല്ലെങ്കിൽ 1975-ന് ശേഷമുള്ള കണക്ക് മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഈ ഹിന്ദുക്കുഷ് ഏരിയയിലുള്ള ഗ്ലേഷ്യറുടെ വിസ്തീർണം ഏകദേശം 12 മുതൽ 15% വരെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 30 മീറ്ററോളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗ്ലേഷ്യറിന് താഴെ ഉള്ള പാറകളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ പർവ്വതനിരകൾ വളരെ യങ്ങായിട്ടുള്ള ഒരു പർവ്വതനിരയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുള്ള ലാൻഡ് സ്ലൈഡും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊതുവേ അൺസ്റ്റേബിളായിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചാണ് ഹിമാലയം. അപ്പം ഈ ഗ്ലേഷ്യർ ഇരിക്കുന്നതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൂസായിട്ടുള്ള അല്ലെങ്കിൽ സഹ്യപർവ്വതത്തിൻ്റെ പോലും അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പോലും പ്രായമില്ലാത്ത ഹിമാലയത്തിൻ്റെ അൺസ്റ്റേബിളായിട്ടുള്ള ഈ പർവ്വത നിരകളാണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതലും, കാരണം ഇപ്പോഴും ടെക്ടോണിക്കലി ഹൈലി ആക്റ്റീവായിട്ടുള്ള സോണാണ്, ഇതിൽ കൂടുതലും ഫോൾട്ടുകളും ജോയിൻറ്റുകളും ഒക്കെ നമ്മുടെ പശ്ചിമഘട്ടം മുണ്ടകയൊക്കെ സൂചിപ്പിച്ചു. മുണ്ടകയൊക്കെ ഇതിൻ്റെ ഒരു വളരെ വലിയ ചെറിയ മിനിയേച്ചർ മാത്രമാണ്. വളരെയധികം അൺസ്റ്റേബിളായിട്ടുള്ള ഒരു ടെറൈനാണ്. അപ്പം ഓവർ ദി ഇയേഴ്സ് ഈ ഐസ് ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലേഷ്യർ താങ്കൾ മുണ്ടക്കൈ പറഞ്ഞതുകൊണ്ട് മുണ്ടക്കയിൽ ഉണ്ടായതും അവിടെ 2 പൊട്ട് പൊട്ടി. ആദ്യ പൊട്ട് ഒറിജിനൽ പൊട്ടും, രണ്ടാമത് ഈ പറയുന്ന ആദ്യം പൊട്ടി വന്ന എല്ലാം കൂടെ ചേർന്ന് നിന്ന് പിന്നീട് എല്ലാം കൂടെ ചേർന്ന് വന്ന എന്താണ് വലിയ ദുരന്തത്തിരയെ വന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു മോഡലായിരുന്നു മുണ്ടക്കയിൽ നമ്മൾ കണ്ടത്. അതുമായി നേർക്കുന്ന ബന്ധമില്ലെങ്കിലും അല്ലേ? മുണ്ടക്കയും ഇതും തമ്മിൽ ഒരു സാദൃശ്യമുള്ളത് ഈ ടെമ്പററി ഡാം ഫോം ചെയ്തതിലാണ്. അതർവൈസ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് ഒരു ഗ്ലേഷ്യറിൽ നിന്നാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ശാസ്ത്രലോകത്തിന് പ്രൈമറി ട്രിഗർ എന്ന് പറയുന്നത് ഗ്ലോഫ് ആയിരുന്നോ അതോ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു അവലാഞ്ച് ആയിരുന്നു ഇതിൻ്റെ തുടക്കം. അതിൻ്റെ ഫോളോയിങ് ആയിട്ടുണ്ടായ ലാൻഡ് സ്ലൈഡ്, അതിൽ കൂടെ വന്നിട്ടുള്ള ഡെബ്രീസ് വന്ന് ലെൻഡേക്കോലെ റിവർ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ടെമ്പററി ഡാം ഫോം ചെയ്ത് ആ റിവറിൻ്റെ വാട്ടർ ഡാമായിട്ട് രൂപപ്പെട്ട് അവിടുന്ന് വീണ്ടും അത് പൊട്ടിയിട്ടാണ് താഴേക്ക് വന്നതെന്നുള്ളതാണ് ഒരു റീസണബിളായിട്ടുള്ള അസംഷൻ നമുക്കിപ്പം മനസ്സിലാക്കാവുന്നത്. അപ്പം ഇതിനെ ഒരു പ്രൈമറി ഗ്ലോഫായിട്ട് കൺസിഡർ ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗോൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് തന്നെ പൊട്ടി ആ ലേക്ക് വാട്ടറാണ് താഴേക്ക് വരേണ്ടത്. ഇത് അവലാഞ്ച് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡിൻ്റെ പാർട്ടായിട്ടുള്ള ഡെബ്രീസ് ഫ്ലോ വന്ന് ലെൻഡേക്കോലെ റിവറിനെ ബ്ലോക്ക് ചെയ്ത് റിവറിൽ ഒരു ടെമ്പററി ഡാം
ഇത് മുണ്ടകയിലൊക്കെ സംഭവിച്ച പോലെ ഉണ്ടായി. അതിനുശേഷം ആ ഡാമിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള വെള്ളമാണ് ശക്തമായിട്ട് താഴേക്ക് വന്നതാണെന്ന്. അപ്പോൾ ഇത് രണ്ടും അതിൽ ഗോൾഫിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലാൻഡ് സ്ലൈഡ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും മഴ പെയ്താൽ മാത്രമേ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകൂ എന്നുള്ളത്. ഇപ്പോൾ അവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ ഹിന്ദുക്കുഷ് ഹിമാലയൻ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഈ മെൽറ്റഡ് വാട്ടർ ഒഴുകി ഒലിച്ച് താഴേക്ക് പോയി ഈ ഗ്ലേഷ്യർ അൺസ്റ്റേബിൾ ആകുമ്പം ഇത് വീണ്ടും അത് പാറയ്ക്കുള്ളിലേക്കാണ് പോകുന്നത്. പാറയിൽ സ്വാഭാവികമായിട്ടും പാറയിൽ സുഷിരങ്ങൾ കാണും, വളരെ വലിയ ജോയിൻറ്റുകൾ കാണും. ഇത് പാറയ്ക്കുള്ളിൽ വന്നിട്ട് നമുക്കറിയാം എക്സ്പാൻഷൻ, ഇത് സമ്മർ മാറിയിട്ട് മെൽറ്റ് ചെയ്ത ഈ വെള്ളം പാറയ്ക്കിടയിൽ വന്നിട്ട് സമ്മർ മാറി വിൻ്റർ ആകുമ്പോഴേക്കും ഈ ഐസ് പാറയ്ക്കുള്ളിൽ നിന്ന് എക്സ്പാൻഡ് ആകും. അങ്ങനെ ആ ഒരു അവിടെയുള്ള റോക്കിനൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അങ്ങനെ ഇതൊരു ഓവർ ദി ഇയേഴ്സ് കാലാവസ്ഥാ വ്യതിയാനം വഴി ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റി കൊണ്ടും അതുപോലെ തന്നെ ട്രംപൊക്കെ കാലാവസ്ഥാ വ്യതിയാനം ഇല്ല എന്ന് പറഞ്ഞാലും പാരീസ് ഉച്ചകോടിയെ പുച്ഛത്തോടുകൂടി കണ്ടാലും അങ്ങനെയൊന്നും അല്ല. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നുണ്ട്. അത് ലോകത്തിന് പലതരത്തിൽ പല രീതിയിൽ ഭീഷണിയാവുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആയിട്ട് നേപ്പാൾ ദുരന്തം കാണാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.